ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വെബിനാർ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റീവ് എക്സാമിനേഷൻ എന്ന ടോപ്പിക്കിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കോവിഡ് കാലത്തും പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കരിയർ പ്രവർത്തനവും മുന്നോട്ട് പോകുക എന്ന പ്രാധാന്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. കേരളത്തിലെ 45ഓളം കോളേജുകളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ ഡോക്ടർ PJ വിൽസൺ സാറിനെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന ഇരിട്ടി MG കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത ടീച്ചറെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജാനകൻ സാർ, SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറിയും കോളേജ് മാനേജറുമായ MR ഷാജി, SM കോളേജിലെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ MG കോളേജിലെ ടീച്ചേഴ്സിനെയും പിന്നെ പ്രത്യേകിച്ച് MG കോളേജ് HOD ബിജു സാർ അതിനു വേണ്ടിയുള്ള ടെക്നിക്കൽ സഹായങ്ങളും ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ഡോക്ടർ ജനാർദ്ദൻ സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ബഹുമാന്യനായ കണ്ണൂർ യൂണിവേഴ്സിറ്റി കൺട്രോളർ ശ്രീ വിൻസെന്റ്, ബഹുമാന്യായ നമ്മുടെ MG കോളേജ് പ്രിൻസിപ്പൽ ശ്രീമതി അജിത, അതുപോലെ തന്നെ നമ്മുടെ സർവതോമുഖമായ കോളേജിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ നമ്മുടെ ലോക്കൽ മാനേജറുമായ ശ്രീമാൻ ഷാജി, വൈസ് പ്രിൻസിപ്പൽ ജിഷ, പിന്നെ സ്വാഗതം ആശംസിച്ച നിതിൻ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, മറ്റ് അതിഥികളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ മീറ്റിംഗിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ വെബിനാറില്, നമ്മുടെ ഈ വെബിനാർ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഇതൊരു പരമ്പരയായി നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അപ്പൊ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ ഡോക്ടർ PJ വിൽസൺ സാറിനെ ഹാർദവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. പിന്നെ ഈ പരീക്ഷയുടെ രൂപം, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ഘടന, ഇതൊക്കെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കേന്ദ്രസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു കേന്ദ്രം തന്നെ മത്സരക്ഷമത നേടുക എന്നുള്ളതാണ്. 2005 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കണ്ടത് നൈപുണികളുടെ വികാസമായിരുന്നു. സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലവും സിലബസ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ മൾട്ടി ഡിസിപ്ലിനറി സിസ്റ്റം കൊണ്ടുവന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള നൈപുണികൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഈ നൈപുണികളിൽ നിന്ന് 2020 എത്തുമ്പോൾ കോമ്പറ്റിറ്റീവ്നെസ്സിലേക്കാണ് നമ്മളുടെ മാറ്റം. മത്സരക്ഷമത നേടുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നൈപുണി നേടേണ്ട എന്നല്ല, വിഷയത്തിലും അതുപോലെ പ്രായോഗിക ജ്ഞാനവും നേടുന്നതോടൊപ്പം നൈപുണിയും മത്സരക്ഷമതയും ആർജിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് അഭിലഷണീയമായ വർത്തന വ്യതിയാനങ്ങൾ ആർജിച്ചെടുക്കുക എന്നതോടൊപ്പം അഭിലഷണീയമായ മത്സരക്ഷമത നേടുക എന്നതുകൂടി ആയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനുകൾ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ സ്കൂളിംഗ് എന്ന സമ്പ്രദായത്തിലേക്ക് വരികയാണ്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിലേക്ക് കൂടി 2030 കൂടി അത് ഉൾപ്പെടുത്തും എന്ന് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഡിഗ്രി മുതൽ മേലോട്ടുള്ള UG PG തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും, എല്ലാ കോഴ്സുകൾക്കും, പ്രോഗ്രാമുകൾക്കും കോമ്പറ്റിറ്റീവ് ടെസ്റ്റ് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉണ്ട്. അവർ നടത്തുന്ന പരീക്ഷയിൽ അത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്, ജോയിന്റ് എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതിലുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിക്കും കോളേജുകൾക്കും അഡ്മിഷൻ നടത്താം. അതല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് തന്നെ എൻട്രൻസ് എക്സാമിനേഷനുകൾ നടത്താം. ഇപ്പോൾ നിലവിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിവിൽ സർവീസ് പരീക്ഷകളും കേരളത്തിലെ PSC പരീക്ഷകളുമാണ് വരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് +2 വരെ, +2 ഇപ്പൊ നിലവിലില്ല, ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ. 9, 10, 11, 12 ചേർന്ന് ഹയർ സെക്കൻഡറി ആണ്.
ഈ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഏത് കോഴ്സിന് പോകണമെങ്കിലും UG PG റിസർച്ച് ആ മേഖലയിലേക്ക് കടന്നു പോകണമെങ്കിൽ അഡ്മിഷന് ഒരു ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ലഭിക്കൂ എന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരുദ തലത്തിലുള്ള വിദ്യാഭ്യാസം തുടങ്ങി മുകളിലോട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള അഡ്മിഷനും തൊഴിൽ നേടുന്നതിനും മത്സര പരീക്ഷകൾ, കോമ്പറ്റിറ്റീവ് പരീക്ഷകളിൽ പാസ്സാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുന്നു. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനുകളുടെ ഒരു പ്രത്യേകത, അത് വിഷയത്തിൽ ഉള്ള അഗാധമായ ജ്ഞാനം കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല. പ്രായോഗികമായ അനുഭവങ്ങളും യുക്തി വിചാരവും വളരെ ഷാർപ്പായിട്ടുള്ള റീസണിങ് ഒക്കെ അതിന് ഘടകമായി വരും. അതിന് ട്രെയിനിങ്ങും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു മാത്തമാറ്റിക് റീസണിങ് വളരെ അനിവാര്യമായ ഒരു മേഖലയാണ് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെല്ലാം. അതില് വളരെ ദ്രുതഗതിയിൽ തീരുമാനമെടുക്കണം, അത് വളരെ ശാസ്ത്രീയമായിരിക്കണം, അതില് ഒരു സർജിക്കൽ പ്രസിഷനും ഉണ്ടായിരിക്കണം. അപ്പോ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നു ഈ മേഖലയിൽ. അപ്പോ ഈ മേഖലയിൽ നമുക്ക് ട്രെയിനിങ് അനിവാര്യമാണ്. കുട്ടികൾക്ക് നമ്മുടെ സാമ്പ്രദായികമായ പഠന രീതി, അധ്യയനവും പഠനവും ചേർത്ത് വിവരങ്ങൾ ആർജിക്കുക, അതുപോലെ ഗവേഷണാത്മകമായ കാര്യങ്ങൾ ചെയ്യാനുള്ള വിൽപ്പത്തി നേടുക എന്നതോടൊപ്പം ഈ പറയുന്ന സവിശേഷമായ ശേഷി, അത് പരീക്ഷകളെ അഭിമുഖീകരിക്കാനും അതിൽ വിജയം നേടാനുമുള്ള ശേഷി കൂടി അനിവാര്യമായി വരും. ഇതിന് പറ്റുന്ന രൂപത്തിലുള്ള ട്രെയിനിങ്ങും പരിശീലനവും നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേ മതിയാവും. എത്ര സാമാന്യമായ വിജ്ഞാനമുള്ള ഒരാൾക്കും ഒരുപക്ഷെ ഒരു സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി എന്ന് വരില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ധാരണയുള്ള ആളാണെങ്കിലും നമ്മുടെ LD ക്ലർക്ക് പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അറിവ് മാത്രം നേടിയത് കൊണ്ട് കാര്യമില്ല, ഈ കോമ്പറ്റീവ്നെസ് കൂടി നമുക്ക് ഉണ്ടാകണം. അതിനൊരു സാങ്കേതികത്വമുണ്ട്, ടെക്നോളജി. അത് നമുക്ക് പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം പരിശീലനങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാറണം. അതിനുള്ള ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പാണ് നടത്തിയിട്ടുള്ളത്. ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കൺവീനർ ബിൽസൺ സാർ, ഏറ്റവും ബഹുമാന്യായ അജിത ടീച്ചർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനൊരു മീറ്റ് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ എല്ലാവരെയും NDP യോഗത്തിന് വേണ്ടിയും കോളേജിന് വേണ്ടിയും അനുമോദിക്കുകയാണ്. നമ്മൾക്ക് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ കരുതലോടുകൂടി നീങ്ങുന്ന ഈ സമയത്ത് ഇങ്ങനെ കാണാനും ഇങ്ങനെ ഇരിക്കാനും കഴിഞ്ഞത് ഈ കാലഘട്ടത്തിന്റെ അനുഭവമാണ്. ആ അനുഭവം മുൻപിൽ നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഉയർച്ചയുടെ പാതയിലേക്ക് വരാൻ ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് ഈ ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ അധ്യാപകരെയും ഏറ്റവും പ്രിയപ്പെട്ട ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന കണ്ണൂർ ഇരിട്ടി MG കോളേജിലെ അജിത ടീച്ചർ ഇതിനു മുമ്പ് ഈ കോളേജിൽ വന്നിട്ടുണ്ട്. NSSന്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൗഹൃദം പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചറുടെ ക്ലാസ് നന്നായിട്ട് എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ. ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ലാസ് ആരംഭിക്കട്ടെ. I will start my presentation. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെബിനാർ ടോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പോയിന്റ്സ് ഈ ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്സ്. സെക്കൻഡ്, വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. തേർഡ് വൺ, അരിത്മെറ്റിക് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ. Then what is quantitative reasoning? Then quantitative aptitude test preparation tips, quantitative reasoning outcomes, then some examples, പിന്നെ നമ്മൾ നേരിടുന്ന ചാലഞ്ചസ്, ലാസ്റ്റ് കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നിവിടെ ചുരുങ്ങിയ വാക്കുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്റ്റഡിയിങ് മാത്തമാറ്റിക്സ്?
അപ്പൊ അതിനുള്ള ഉത്തരമായിട്ട് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ, ലേണിംഗ് മാത്തമാറ്റിക്സ് ഈസ് ഗുഡ് ഫോർ യുവർ ബ്രെയിൻ. Mathematics helps you tell time. Then mathematics helps you with your finances. Then mathematics makes you a better cook. Mathematics helps us have better problem solving skill. Practically every career uses mathematics in some way. Then mathematics is all around us and helps us understanding the world better. And mathematics can make you popular, make you more popular. And mathematics can help you shop for a good sale. അപ്പോൾ ഇത്രയും പോയിന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മാത്സ് പഠിച്ചാൽ എന്താണ് ഗുണം? അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ഈ മാത്തമാറ്റിക്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സമയം അറിയാനും കയ്യിൽ കിട്ടുന്ന പൈസ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും നന്നായി ഭക്ഷണം കുക്ക് ചെയ്യാനും എല്ലാം മാത്തമാറ്റിക്സ് വേണം. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിനാണ് ഭക്ഷണം കുക്ക് ചെയ്യാൻ മാത്സ് എന്ന്. നിങ്ങൾ എടുക്കുന്ന റെസിപ്പിയുടെ കണക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കില്ല. മനസ്സിലായല്ലോ? പിന്നെ ഇനി നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാലോ, എവിടെയും കണക്കാണ്, മാത്തമാറ്റിക്സ് ആണ്. കാരണം ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് തേനീച്ചക്കൂട്. ഈ തേനീച്ചക്കൂട് ഹെക്സഗൺ ഉപയോഗിച്ച് ഇത്ര ഒരു എന്താ പറയാ സ്കെയിലും പെൻസിലും എല്ലാം ഉപയോഗിച്ച് അളന്ന് പിന്നെ നിർമ്മിച്ചതാണെന്നേ നമുക്ക് തോന്നുള്ളൂ തേനീച്ചക്കൂട് കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിലെ ഒരു ഗുഡ് മാത്തമാറ്റീഷ്യനാണ് ഈ ഹണി ബി. ഇനി അതുകൂടാതെ സിമ്മെട്രി, ഏത് പ്രകൃതിയിലേക്ക് മൊത്തം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയാൽ മരത്തിന്റെ മീതെ വരുന്ന ഇലകള്, അതിന്റെ ശാഖകള്, ഇങ്ങനെ പിന്നെ നമ്മുടെ ബിൽഡിങ്ങുകൾ എല്ലാം സിമ്മെട്രിക് ആണ്. അതിലൊരു സിമ്മെട്രി തെറ്റിക്കഴിഞ്ഞാൽ അത് കാണുന്നതും എല്ലാം ഒരു എന്താ പറയാ, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു അപാകത തോന്നും. ഇനി അതിനൊക്കെ പുറമെ നമ്മുടെ ബോഡി സ്ട്രക്ചർ, അവിടെയും എന്ത് കാണാം? മാത്തമാറ്റിക്സ് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇനി ഇതിനൊക്കെ പുറമെ നമ്മുടെ കാലിഫോർണിയയിലെ ഒരു റിസർച്ച് സെന്റർ ഉണ്ട്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഡോക്ടർ താനിയ ഇവാൻസ്. അവര് മാത്സ് അറിയുന്ന കുട്ടികളിലും അറിയാത്ത കുട്ടികളിലും ഒരു പഠനം നടത്തി. അപ്പൊ അവർക്ക് മനസ്സിലായ കാര്യം, ഈ അവരുടെ കുട്ടികളുടെ ബ്രെയിൻ റീജിയൻസിൽ ചില മാറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ വേരിയസ് കോഗ്നിറ്റീവ് ടാസ്ക് ഇൻവോൾവിങ് വിഷ്വൽ അറ്റൻഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് വിഷ്വൽ അറ്റൻഷനും ഡിസിഷൻ മേക്കിങ്ങും ഉള്ള ഈ ഓരോ ടാസ്കുകൾ, അതിൽ ഹൈ സ്കില്ല് കാണിക്കുന്നത് മാത്സ് അറിയുന്ന കുട്ടികളാണ്. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം മാത്തമാറ്റിക്സ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഇനി അതിന് അക്കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. പിന്നെ നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചേ ഒക്കൂ. അപ്പൊ ഇനി നമുക്ക് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്? നമ്മുടെ കൺട്രോളറുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇനി നമ്മുടെ പരീക്ഷാ സമ്പ്രദായങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ രീതിയും എല്ലാം മാറുകയാണ്. അപ്പൊ മാറുമ്പോൾ ഇങ്ങനെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങും ഇല്ലാത്ത ഒരു സ്റ്റുഡന്റിന് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതെന്താണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നവർക്ക് നിങ്ങളും അത് ഷെയർ ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് quantitative aptitude? For the arithmetic ability, also known as quantitative aptitude or numerical ability. അപ്പോൾ ഇത് പല പേരുകളിലും അറിയപ്പെടും. To attain this, we need quantitative literacy. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫ്ലുവൻസി, ഇത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമുക്കത് ന്യൂമറിക്കൽ എബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. A variety of important skills associated with quantitative literacy are, first one, interpretation. Interpretation എന്ന് പറഞ്ഞാൽ the ability to explain information presented in mathematical form. ആ മാത്തമാറ്റിക്കൽ ഫോംസ് ചിലപ്പോൾ ഇക്വേഷൻസ് ആവാം, ഗ്രാഫ്സ് ആവാം, ഡയഗ്രംസ് ആവാം, ടേബിൾസ് ആവാം, ഇതുപോലെ എന്തും ആവാം.
അത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ രണ്ടാമത്തത് റെപ്രസെന്റേഷൻ ആണ്. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺവേർട്ട് ദ റെലവെന്റ് ഇൻഫർമേഷൻ ഇൻ ടു വേരിയസ് മാത്തമാറ്റിക്കൽ ഫോംസ്. അവിടെയാണ് നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രോബ്ലം മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആക്കുക, അത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. പിന്നെ അടുത്തത് കാൽക്കുലേഷൻ, അത് നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവും. പിന്നെ ഉള്ളത് അപ്ലിക്കേഷൻ ആണ്. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെന്റ് ആൻഡ് ഡ്രോ അപ്രോപ്രിയേറ്റ് കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ കണ്ടെത്തിയ അതിന് ഒരു ശരിയായ കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. പിന്നെ അടുത്തത് അസംഷൻ ആണ്. അസംഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ആൻഡ് ഇവാലുവേറ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ്സ് ഇൻ മോഡലിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ്. നമ്മൾ കണ്ടുപിടിച്ച നമ്മൾ കണ്ടെത്തിയ ഡാറ്റയിൽ നിന്നും നമ്മുടെ മോഡലിംഗിൽ നിന്നും നമുക്ക് ഒരു നല്ലൊരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ പറ്റണം. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് എക്സ്പ്രസിങ് ക്വാണ്ടിറ്റേറ്റീവ് എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ദി ആർഗ്യുമെന്റ്. നമ്മൾ കണ്ടെത്തിയ പിന്നെ ഫൈൻഡിങ്സിന് നമുക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയും പറഞ്ഞ കഴിവുകളെല്ലാം ഇപ്പൊ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ പിന്നെ അവരെന്തുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ നിന്ന് പുറകോട്ട് പോകുന്നു? അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അരിത്മെറ്റിക് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ. അപ്പൊ എന്താണ് അരിത്മെറ്റിക്? അരിത്മെറ്റിക് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് the study of numbers, especially the properties of the traditional operations on them. ആ ട്രഡീഷണൽ ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പിന്നെ അതിന്റെ കൂടെ എക്സ്പൊണൻസിയേഷനും എക്സ്ട്രാക്ഷൻ ഓഫ് റൂട്ട്സും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിത്മെറ്റിക് അബിലിറ്റി കൊണ്ട് എന്താണ് പ്രയോജനം നോക്കാം. അരിത്മെറ്റിക് അബിലിറ്റി ടെസ്റ്റ് helps to measure one's numerical ability, problem solving and mathematical skills. ഇതാണ് മിക്കവാറും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുവിധം എക്സാമുകളെല്ലാം. അതിലെ ഒരു ചെറിയൊരു പോർഷൻ അരിത്മെറ്റിക് അബിലിറ്റി വരുന്നത് ഈ ഒരു കാര്യം നിങ്ങളിലെ ഒരു ഗുണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അരിത്മെറ്റിക് അബിലിറ്റി ഈസ് ഫൗണ്ട് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ എൻട്രൻസ് എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആൻഡ് പ്ലേസ്മെന്റ് എക്സാംസ്. ഇനി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള എബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാലും നിങ്ങളത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അറ്റൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ കുറച്ച് കൺസെപ്റ്റുകൾ നിങ്ങൾ അറിയണം. അപ്പൊ ഇവിടെ ഒരു 32-30 കൺസെപ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ജസ്റ്റ് വായിക്കാം. ഒന്നാമത്തത് അലിഗേഷൻ ഓർ മിക്സ്ചർ, രണ്ടാമത്തത് ഏരിയ, ദെൻ ആവറേജ്, ദെൻ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട്, ദെൻ ബൈനോമിയൽ തിയറം, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, കാൽക്കുലസ്, കലണ്ടർ, ചെയിൻ റൂൾ, ദെൻ ക്ലോക്ക്, വോളിയൂംസ് ആൻഡ് സർഫസ് ഏരിയാസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോർഡിനേറ്റ് ജോമെട്രി, ഡെസിമൽ ഫ്രാക്ഷൻസ്, height and distances, LCM and HCF, linear equations, logarithms, number system, odd man out and series, partnership, percentage, permutations, probability, problems on age, problems on trains, profit and loss, progressions, races and games, ratio and proportions, relations and functions, simple interest, simplification, square and cube root, stocks and shares, surds and indices, time and work, time, work and distance, trigonometric relations. അപ്പൊ ഇത്രയും ഞാൻ ഇവിടെ വായിക്കാനുള്ള പ്രധാന കാരണം ഇത്ര ഞാൻ വായിച്ചതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ ആവും. കാരണം ഒരുവിധം കൺസെപ്റ്റുകളെല്ലാം 10th അല്ലെങ്കിൽ +2 ക്ലാസ് വരെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അതിലും കൂടുതലായിട്ട് ഇവിടെ ഒന്നും വരുന്നില്ല.
അപ്പോൾ ഇത് മുഴുവൻ കാണുമ്പോൾ ഒരാളും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഓരോ ടോപ്പിക്കിലും 1 or 2 ഫോർമുലകളേ ഉള്ളൂ. അത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഗുണം കിട്ടുന്നുണ്ട്. ഇവിടെ 5th സെമ്മിൽ നമുക്കൊരു ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അരിത്മെറ്റിക് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ സെലക്ട് ചെയ്ത കുട്ടികൾ ഈ പറഞ്ഞ 32 or 30 പിന്നെ ടോപ്പിക്കുകളിൽ 12ഓളം ടോപ്പിക്കുകൾ അവർ പഠിക്കുന്നുണ്ട്. ബാക്കി അവർക്ക് അതിൽ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ദിവസം കുറച്ച് നോക്കുക, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തോടൊപ്പം നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഇത് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദ ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബോത്ത് ലിബറൽ ആൻഡ് പ്രൊഫഷണൽ ടൈപ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ടു പ്രൊഡ്യൂസ് വെൽ എഡ്യൂക്കേറ്റഡ് enlightened citizens who can communicate clearly, solve problems and lead satisfying productive lives. ഇതാണ് നമ്മുടെ ഏത് തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷന്റെയും ഔട്ട്കം അതാണ്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമാറ്റിക്സ് സ്കിൽസ് ടു ദ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിയൽ വേൾഡ് quantitative information in the context of a discipline or an interdisciplinary problem to draw conclusions that are relevant to students in the daily lives. അപ്പോൾ ഈ ഒരു അബിലിറ്റി നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് നിങ്ങളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് ഉണ്ടാവും, പക്ഷെ ഇത് പുറത്തെടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മടി വരും. അതിനാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ആവശ്യമെന്ന് പറയുന്നത്. ഇനി ഇത് അറ്റൈൻ ചെയ്ത കുട്ടികൾക്ക് വരുന്ന കുറെ ഗുണങ്ങൾ പറഞ്ഞുതരാം. കമ്മ്യൂണിക്കേറ്റ് മാത്തമാറ്റിക്കൽ ഇൻഫർമേഷൻ സിംബോളിക്കലി, വിഷ്വലി, ന്യൂമറിക്കലി ആൻഡ് വെർബലി. Then use arithmetical, algebraic and geometric methods to solve problems. Estimate and check answers to mathematical problems in order to determine reasonableness. Solve word problems using quantitative techniques and interpret the result. And apply mathematical techniques and logical reasoning to produce predictions and make inferences based on a given set of data or quantitative information. പിന്നെ വരുന്നത് judge the accuracy of conclusions derived from quantitative information. Last one, solve multi-step problems. ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അതും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം. ഇനി നമുക്ക് നമ്മുടെ ശരിയായ ഇതിലേക്ക് കടക്കാം. നമുക്ക് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രിപ്പറേഷൻ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദ ബെസ്റ്റ് വേ ടു ലേൺ മാത്തമാറ്റിക്സ് കൺസെപ്റ്റ് ഈസ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിപ്പീറ്റേഷൻ. അപ്പൊ ആദ്യം ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കുക, പിന്നെ ഫോർമുല ബൈഹാർട്ട് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് തന്നെ ചെയ്ത് സമയം കളയാനും പാടില്ല. അതാണ് ആദ്യം നമുക്ക് വേണ്ട ഒരു എന്താ പറയുക ഗുണം. പിന്നെ രണ്ടാമത്തത് ചാലഞ്ച് യുവർ സെൽഫ്. അത് പറയുന്നത് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടാതെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ വർക്ക് ത്രൂ പ്രോബ്ലംസ് ഓൺ യുവർ ഓൺ ഫസ്റ്റ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പിന്നെ ഒരു പ്രോബ്ലം എടുത്തു, കിട്ടുന്നില്ല, അപ്പൊ ഉടനെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിനോ അയച്ചു കൊടുത്തു ഉടനെ നിങ്ങൾക്ക് ആൻസർ കിട്ടണം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ട്രൈ ആൻഡ് ട്രൈ, അഗെയിൻ ആൻഡ് അഗെയിൻ. എന്നിട്ട് ഒരിക്കലും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അടുത്തത് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾസ് എന്നാണ്. അതിന് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഡേറ്റ്, ഇവന്റ്, പിന്നെ ഓരോ നെയിം ഇതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ മാത്സ് അതിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല.
കൺസെപ്റ്റ് പഠിക്കണം, ഫോർമുല ബൈഹാർട്ട് ചെയ്യണം, ഇനി അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല മെത്തേഡിലും ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു ഈസി മെത്തേഡാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കൺസിഡർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² - 5x + 6 = 0. അതായത് നിങ്ങൾക്ക് ഒരു ക്വാഡ്രേറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, x² - 5x + 6 = 0. നിങ്ങളോട് അതിന് ഡിഗ്രി 2 ആയതുകൊണ്ട് അതിന് 2 സൊല്യൂഷൻ കിട്ടും. അത് ചിലപ്പോൾ അത് പിന്നെ സെയിം ആയി വരാം, പക്ഷെ എങ്കിലും 2 സൊല്യൂഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മൾ യു ക്യാൻ ഫൈൻഡ് using the formula x = -b ± √(b² - 4ac / 2a). But here a = 1, b = -5, c = +6. Substituting, you will get the answer. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. പക്ഷേ if you factorize that equation, that function, അതായത് പോളിനോമിയൽ x² - 5x + 6 as x - 3 into x - 2, then very easily you can find the roots. അപ്പോ ഈ രണ്ടാമത്തെ വഴിയിലൂടെ പോകുന്ന കുട്ടിയാവും പെട്ടെന്ന് ആൻസറിൽ എത്തുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ കൺട്രോളർ പറഞ്ഞു, പിന്നെ ഒരു മാത്സിൽ PhD എടുത്ത ഒരാളാണെങ്കിലും എന്ത് വലിയ ഡിഗ്രി എടുത്ത ഒരാളാണെങ്കിലും ഒരു LDC എക്സാമിൽ ചിലപ്പോൾ പുറകോട്ട് പോകും. പ്രധാന കാരണം ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ വേണ്ട ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രധാന കാരണം. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും എളുപ്പ വഴി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിനെന്താണ് ഈസി മെത്തേഡ് അത് തന്നെ നോക്കിപ്പോണം. ഇനി അടുത്തത് മാത്തമാറ്റിക്സ് ഈസ് ക്യുമുലേറ്റീവ്. അപ്പൊ അത് ചെറിയൊരു വാക്കുകളിലൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓരോ കാര്യങ്ങളും നമ്മൾ പുതിയത് പഠിക്കുമ്പോഴും മുമ്പ് പഠിച്ച മാത്തമാറ്റിക്സ് മറക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച എല്ലാ മാത്തമാറ്റിക്സും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു ട്രെയിനിങ് കിട്ടിയാൽ മതി. അപ്പൊ ഇത് ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പഠിച്ചത് മറന്നു പോയിട്ടല്ല അടുത്തത് പഠിക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ ഇതിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഒരു ടിപ്പായിട്ട് എടുക്കാം. അതിലൊന്നാണ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് കൺസെപ്റ്റ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ഡയറി പോലെ നിങ്ങൾ അതിനകത്ത് പഠിക്കുന്ന ഓരോ കാര്യത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലകളും വരുന്ന കൺസെപ്റ്റുകളും എഴുതി വെക്കുക. പിന്നെ പഠിക്കുന്നത് സ്റ്റഡി ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കണം. അതിന്റെ ഒരു വലിയൊരു ഗുണം നിങ്ങൾക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടും. അതുകൊണ്ടാണ് സ്റ്റഡി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. പിന്നെ റീവർക്ക് ഹോംവർക്ക് പ്രോബ്ലംസ്. നിങ്ങൾ ചെയ്തു വെച്ച പ്രോബ്ലംസ് പിന്നെയും, അതായത് പിന്നീട് അത് ഇരുന്ന് വായിച്ച് സമയം കളയരുത്, അത് ഒരിക്കൽ കൂടി നിങ്ങൾ ചെയ്തു നോക്കണം. അതായത് വായിച്ച് സമയം കളയുന്നത് കൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ പ്രാക്ടീസ് പ്രോബ്ലംസ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല മെത്തേഡിലും ഒരു പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ ഏതാണ് ഈസി മെത്തേഡ് അത് നിങ്ങൾ സ്വായത്താക്കി വെക്കുക. പിന്നെ റീഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വായിച്ചിട്ടേ ഇത് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ എസ്റ്റിമേറ്റ് ദ കറക്റ്റ് ആൻസർ. ഇപ്പൊ ചില ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ആൻസർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ പല പല ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് സമയം കളയാൻ പാടില്ല. നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. പിന്നെ ഷോ യുവർ വർക്ക്. നിങ്ങൾ ചെയ്തു വെച്ച വർക്കുകൾ നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഡോണ്ട് ഇഗ്നോർ കൺഫ്യൂസിങ് പ്രോബ്ലംസ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ മാറ്റി വെക്കാൻ പാടില്ല. അത് പിന്നെയും വായിച്ച് അപ്പം മാറ്റി വെച്ച് പിറ്റേ ദിവസം പിന്നെയും എടുത്ത് നോക്കുക. അങ്ങനെ പല വട്ടം നിങ്ങൾ അത് നോക്കുമ്പോൾ അവസാനം നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ കിട്ടും. പിന്നെ ഒരിക്കലും നിങ്ങൾ ആ മോഡൽ മറന്നു പോവുകയില്ല. പിന്നെ റിവ്യൂ യുവർ ആൻസേഴ്സ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് വഴിയിലൂടെയാണോ നിങ്ങൾ ചെയ്തത് ആ സ്റ്റെപ്പുകൾ നിങ്ങൾ ഒന്നും കൂടി സമയം ഉണ്ടെങ്കിൽ നോക്കണം.
ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആവും, ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ മാറിപ്പോകുന്നത്. അത് സമയം കിട്ടുമ്പോൾ മാത്രം, എക്സാമിലൊക്കെ അത് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിലേ നിങ്ങൾക്കത് നോക്കാൻ പാടുള്ളൂ. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വെബിനാറിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഒരു ഓർമ്മ വെച്ച് നമുക്കൊരു 2 or 3 എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. എ ബാഗ് കണ്ടെയ്ൻസ് 50 paise, 25 paise and 10 paise coins in the ratio 5:9:4, amounting to rupees 206. Find the number of coins of each type respectively. അപ്പൊ നിങ്ങൾക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ 4 ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിൽ പല സ്റ്റെപ്പും ഒമിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ, പിന്നെ പരീക്ഷയ്ക്ക് ആ സമയത്ത് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ലെറ്റ് ദ നമ്പർ ഓഫ് കോയിൻസ് ബി 5x, 9x, 4x അങ്ങനെ എടുക്കാൻ കാരണം the ratio 5:9:4 എന്നാണ്. But then there is a common factor between 5, 9 and 4. അതാണ് ഞാൻ x ആയിട്ട് എടുത്തത്. അപ്പൊ ആക്ച്വൽ നമ്പർ 5x, 9x, 4x. But the total amount is 206. അത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5x എന്ന് പറഞ്ഞാൽ 5x എത്ര, 50 പൈസയാണ് 5x ഉള്ളത്. അപ്പൊ 50 പൈസ കൺവേർട്ടഡ് ഇൻ ടു റുപ്പീസ് 0.5 into 5x, then 0.25 into 9x, then 0.1 into 4x. If you add these three, you will get 206. Then solve. The left side, by adding, the left side is 5.15x, right side 206, then x equal to 206 by 5.15, that is equal to 40. Then the number of 50 paise coins is 5 into x, that is 200, 25 paise coins 360 and 10 paise coins 160. അപ്പൊ ഇതിലെ പല സ്റ്റെപ്പും ഇങ്ങനെ എഴുതി വരാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിള്. ഫാദർ ഈസ് ഏജ്ഡ് 3 times more than his son Sunil. After 80 years, he would be 2.5 times of Sunil's age. After further 80 years, how many times would he be of Sunil's age എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്നത് ഒരു എക്സാം എഴുതുന്ന സിറ്റുവേഷനിലാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കത് വായിക്കാനുള്ള ഒരു സന്മനസ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ചെയ്ത് ഒരു പ്രാക്ടീസ് വരുത്തണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ 2 times എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Let us take Sunil's present age x. Then the father's age is എത്രയാണ്? 3 times Sunil's age. Okay, father's age is 3 times more than his son Sunil എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ father's age is 3x plus x, that is 4x. After 80 years, father's age is 4x plus 8 and Sunil's age is x plus 8. Their relation is father's age is 2.5 times of Sunil's age. Therefore, in equation 4x plus 8 equal to 2.5 into x plus 8. അത് സോൾവ് ചെയ്താൽ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റണം. അത് കിട്ടിക്കഴിഞ്ഞാൽ then the rest part is very easy. Then solving, you will get x equal to 8. Then after 8 years Sunil's age. അപ്പൊ ഒരിക്കൽ 8 years കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഒരു 8 years കൂടി കഴിയണം. അപ്പൊ x plus 8 plus 8. x ഓൾറെഡി നമുക്ക് 8 കിട്ടിക്കഴിഞ്ഞു. Therefore, after 8 years Sunil's age is 24. Similarly, after 8 years, father's age is 4 plus 8 plus 8, that is 48. Hence, father's age is 2 times that of Sunil's age. Therefore, the answer is 2. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, അനവധി ചോദ്യങ്ങൾ, നിങ്ങളുടെ ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും കാണാറുണ്ട്.
അപ്പൊ അതില് ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എക്സ് വീക്സ് ആൻഡ് എക്സ് ഡേയ്സ്? അത് ഒരൊറ്റയടിക്ക് ആൻസർ കിട്ടാവുന്ന ഒരു ആൻസർ ആണ്, ചോദ്യമാണ്. എന്താണ്? എക്സ് വീക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 7, പിന്നെ എക്സ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 7 പ്ലസ് 8 പ്ലസ് എക്സ്, ദാറ്റ് ഈസ് 8x. അപ്പോ ഇനി ഞാൻ നിങ്ങൾ അധികം ഫെമിലിയർ അല്ലാത്ത ഒരു ചോദ്യം പറഞ്ഞു തരാം. അത് ഇവിടെ ഞാൻ അത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഹൗ വിൽ യു ഫൈൻഡ് ദ LCM ഓഫ് 1/2 ആൻഡ് 3/4? നിങ്ങൾക്ക് രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, 1/2 ആൻഡ് 3/4. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ LCM, ദാറ്റ് ഈസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 1/2 ആൻഡ് 3/4. ഇതൊരു ഫ്രാക്ഷൻ അല്ലാതെ ഒരു ഇൻറ്റിജർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരും എളുപ്പം പറയും. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു ക്ലാസ്സിലും നമ്മളിങ്ങനെ ഫ്രാക്ഷൻസിന്റെ LCM കാണേണ്ട ഒരു പിന്നെ സിറ്റുവേഷനിൽ എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ ഞാൻ ഇതിന്റെ തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും? 1/2ന്റെ മൾട്ടിപ്പിൾസ് എഴുതും. 1/2 എന്ന് പറഞ്ഞാൽ 0.5, അതിന്റെ മൾട്ടിപ്പിൾസ് 0.5, 0.1, 1.5, 0.2 etc. Sorry, 2 etc. Then 0.75ന്റെ മൾട്ടിപ്പിൾ 0.75, 1.5. ഇനി ഞാൻ അത് അവിടെ വെച്ച് ഞാൻ നിർത്തുന്നു, കാരണം എനിക്ക് കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ കിട്ടിക്കഴിഞ്ഞു, 1.5. Therefore, the least common multiple of 1/2 and 3/4 is 1.5 or 3/2. അപ്പൊ ഇത് നമുക്ക് എല്ലാ ഫ്രാക്ഷൻസും എഴുതി അതിന്റെ മൾട്ടിപ്പിൾസ് എഴുതി. ഇപ്പൊ 1/2 ആൻഡ് 1/3 തന്നു കഴിഞ്ഞാൽ 1/2ന്റെ മൾട്ടിപ്പിൾസും 1/3ന്റെ മൾട്ടിപ്പിൾസും എഴുതിയ ഒരിക്കലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇൻഫിനിറ്റ് നമ്പർ വരുന്നത് കൊണ്ട് കോമൺ ആയിട്ട് പറ്റില്ല എന്ന് എളുപ്പം പറയാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫോർമുല, അപ്പൊ LCM ഓഫ് ഫ്രാക്ഷൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് LCM ഓഫ് ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ദി ഡിനോമിനേറ്റർ, അതായത് GCD അല്ലെങ്കിൽ HCF അല്ലെങ്കിൽ GCF. അതാണ് ന്യൂമറേറ്ററിൽ പിന്നെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഡിനോമിനേറ്ററിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഇനി ഏത് ഫ്രാക്ഷൻസ് തന്നാലും കണ്ണടച്ച് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കും. അപ്പൊ ഇതുപോലെ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു കുറുക്കുവഴി ഉണ്ടാവും. അത് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിൽ പല മാർഗങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം, ബുക്സിലൂടെ കിട്ടും, നിങ്ങളുടെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് കിട്ടും. ഇനി അതൊന്നുമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഈ ഏത് മാർഗമാണെങ്കിലും നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങളൊരു എക്സാം പിന്നെ ഫേസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് വെല്ലുവിളികൾ പറയാം. മോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റഡ് വിത്തൗട്ട് സഫീഷ്യന്റ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് സ്കിൽസ്. അതിപ്പോ നിങ്ങൾക്ക് തന്നെ ഉദാഹരണമാണ്. അല്ല, അത് അത്രയും സ്കില്ല് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളൊന്നും പല കോച്ചിങ് സെന്ററിലും പോകേണ്ട കാര്യമില്ല. പിന്നെ അടുത്തത് ഫാക്കൽറ്റി ഇൻ ഓൾ ഡിസിപ്ലിൻസ് നീഡഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ടു എൻഹാൻസ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഇൻ ദർ കോഴ്സസ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സിലും നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തേക്ക് നമ്മൾ ആരും ഫേസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൂടി നമുക്ക് കരിക്കുലത്തിൽ വരുമ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് വേണ്ടി വരും. പിന്നെ QR വാസ് നോട്ട് പാർട്ട് ഓഫ് അസസ്മെന്റ് ആക്ടിവിറ്റി. നമ്മുടെ ഒരു വിദ്യാഭ്യാസ പഠന പ്രക്രിയയിലും ഇത് മെഷർ ചെയ്യാൻ ഒരു സമയത്തും നമ്മൾ മെഷർ ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അടുത്തത് എഡ്യൂക്കേഷൻ പോളിസി ലീഡേഴ്സ് were insufficiently aware of the increasing need of QR. പക്ഷേ ഇന്നത്തെ നമ്മുടെ കൺട്രോളറുടെ വാക്കുകളിൽ നിന്നും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇനിയുള്ള നമ്മുടെ വിദ്യാഭ്യാസം ഇതിലും കൂടി ഊന്നിയിട്ടുള്ളതാണ്. അതെല്ലാവരും ഇനി ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അത് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഏതു തരം മനസ്ഥിതിയിലൂടെയാണ് നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അപ്രീഷിയേറ്റ് ദ യൂസ്ഫുൾനെസ്, പവർ ആൻഡ് ബ്യൂട്ടി ഓഫ് മാത്തമാറ്റിക്സ്.
മാത്തമാറ്റിക്സിനെ ഒരു പേടിയോടുകൂടി ആരും കാണാൻ പാടില്ല. നമുക്കത് നമ്മുടെ സമയം, ലിഷർ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ടൂളാണ് മാത്തമാറ്റിക്സ്. പിന്നെ എൻജോയ് മാത്തമാറ്റിക്സ് ആൻഡ് ഡെവലപ്പ് പേഷ്യൻസ് ആൻഡ് പെർസിസ്റ്റൻസ് വെൻ സോൾവിങ് പ്രോബ്ലംസ്. അപ്പൊ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമയോടെ ഇരുന്ന് നമ്മളത് പിന്നെ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതേ ഒരു എന്താ പറയുക ഗുണം നമുക്ക് നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും നമുക്കത് കിട്ടും. പിന്നെ ഡെവലപ്പ് മാത്തമാറ്റിക്കൽ ക്യൂരിയോസിറ്റി ആൻഡ് യൂസ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് വെൻ സോൾവിങ് പ്രോബ്ലംസ്. അപ്പൊ ഇവിടെ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞത് കണ്ടു. എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് വിത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദെൻ ടെസ്റ്റ് ടു സീ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ദാറ്റ് ഈസ് ഡിഡക്ഷൻ മൂവ്സ് ഫ്രം ഐഡിയ ടു ഒബ്സർവേഷൻ or more general to more specific. But inductive reasoning, you start with the observation and moves towards generalization. That is, move from observation to idea. അപ്പൊ രണ്ട് തരത്തിലാണ് സാധാരണ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി അടുത്തത് എല്ലാറ്റിലും ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് become confident in using mathematics to analyze and solve problems both in your exams and in real life situations. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിൽ, അതായത് നിങ്ങളൊക്കെ മറന്നുപോയ പല കാര്യങ്ങളും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതൊരു തുടക്കമാണ്. MG കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു തുടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2 ദിവസത്തിനുള്ളിൽ അതിന്റെ കോർഡിനേറ്ററും MG കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യ ടീച്ചറും പിന്നെ SN കോളേജ് വീർപ്പാടിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ കോർഡിനേറ്റർ നിതിൻ സാറും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റിൽ ഞങ്ങൾ ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യും. ആ മീറ്റിംഗിൽ ഈ കോഴ്സിന് എത്ര മണിക്കൂർ, എന്താണ് അതിന്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയെല്ലാം പിന്നെ തയ്യാറാക്കി പിന്നെ അതിൽ താല്പര്യമുള്ള കുട്ടികളെ അതിൽ ആഡ് ചെയ്ത് ഒരു കുറച്ച്, അതായത് ഒരു അടുത്ത ജൂൺ ആകുമ്പോഴേക്കും, അതായത് 30 സ്റ്റുഡൻസ് പുറത്തിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡിലും കുറച്ച് പുതിയ കാര്യങ്ങൾ അത് നിങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പൊ അതില് എല്ലാ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞ്, അതായത് എൻ്റെ ഈ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ തൽക്കാലം എൻ്റെ ഈ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും ഇത് നന്ദി. പ്രത്യേകിച്ചും SN കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിതിൻ സാറിന്, ആ കോളേജിലെ പ്രിൻസിപ്പാളിന്, പിന്നെ മാനേജർക്ക്, എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്കൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനും ഇത്രയും കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് വളരെ സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു നിതിൻ. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ ഇത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി സ്റ്റുഡൻസ് കോർഡിനേറ്ററായ മിനു എസ് ചന്ദ്രയെ ക്ഷണിക്കുന്നു. ഓക്കെ മിനു. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ല എങ്കിൽ ഗുഡ് ഈവനിങ് ഓൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിതിൻ സർ, ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് സംസാരിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ ഡോക്ടർ വിൻസെന്റ് സർ, ഈ ക്ലാസ് കൈകാര്യം ചെയ്ത MG കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത മാം, ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ SNG കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C ജനാർദ്ദൻ സർ, മാനേജ്മെന്റ് അംഗം ഷാജി സർ, വൈസ് പ്രിൻസിപ്പൽ ജിഷ മിസ് ആൻഡ് അതേഴ്സ് ഇൻ ദ മീറ്റിംഗ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു മത്സര പരീക്ഷയിലും അഭിമുഖീകരിക്കേണ്ട ഒരു ഭാഗമാണ്. അത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ് അവതരിപ്പിച്ച അജിത ടീച്ചർക്ക് എന്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വെബിനാർ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഏറ്റവും ഉചിതമായ വ്യക്തി കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ ഡോക്ടർ വിൻസെന്റ് സാർ. ഏറ്റവും മികച്ച രീതിയിൽ യൂണിവേഴ്സിറ്റി എക്സാം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാറിന് ഞാൻ കോളേജിന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ വെബിനാറിന് എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും തന്ന് പ്രോഗ്രാം വിജയമാക്കി തന്ന MG കോളേജ് പ്രൊഫസർ ബിജു സാറിനും നന്ദി അറിയിക്കുന്നു.
നമ്മുടെ കോളേജിൽ ഈ വെബിനാർ നടത്താൻ മുൻകൈയെടുത്ത പ്രിൻസിപ്പൽ ജനാർദ്ദനൻ സാർ, വൈസ് പ്രിൻസിപ്പൽ ജിഷ മിസ്, മാനേജ്മെന്റ് അംഗം ഷാജി സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാം നടത്താൻ നേതൃത്വം വഹിച്ച നമ്മുടെ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിതിൻ സാറിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ വെബിനാറിലെ മറ്റു കോർഡിനേറ്റേഴ്സായ ജോബിറ്റ്, സക്രിയ, വിപിൻ അവർക്കും പിന്നെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ പേരിലും കോളേജിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഓൾ.